പാചകവാതക പ്രതിസന്ധിയിൽ വലഞ്ഞ് ഹോസ്റ്റലുകളും. കൊച്ചി നഗരത്തിൽ മാത്രം 1.5 ലക്ഷത്തോളം പേരെയാണ് പ്രതിസന്ധി സാരമായി ബാധിച്ചത്. പല ഹോസ്റ്റലുകളിലും ഭക്ഷണ മെനു വെട്ടിച്ചുരുക്കി. സ്ഥിതി രൂക്ഷമായാൽ അടച്ചിടൽ വഴിയല്ലാതെ മറ്റു മാർഗങ്ങളില്ല. കാണാം കൊച്ചിയിൽ നിന്ന് സൂര്യശ്രീ തയ്യാറാക്കിയ റിപ്പോർട്ട്. താളം തെറ്റിയ ഹോസ്റ്റലുകൾ. പാചകവാതക പ്രതിസന്ധി സമസ്ത മേഖലകളിലും രൂക്ഷമാണ്. ജോലിക്കും പഠനാവശ്യത്തിനുമായി എത്തിയവരുടെ ഉള്ളിൽ ആശങ്കയുടെ ഗ്യാസ് നിറച്ചുകൊണ്ട് ഹോസ്റ്റൽ അടുക്കളകളിലും എയർ സ്ട്രൈക്കാണ്. യുദ്ധം അതിർത്തികൾ ഭേദിച്ച് വിശപ്പിന്റെ തീയായി കത്തിക്കൊണ്ടിരിക്കുകയാണ്. പാചകവാതക ക്ഷാമം എല്ലാ മേഖലകളെയും ബാധിച്ച പോലെ ഹോസ്റ്റലുകളിലും വെല്ലുവിളി ഉയർത്തുന്നു. പാചകവാതകം കിട്ടാത്തതിനാൽ കൊച്ചി നഗരത്തിലെ 2000 ഹോസ്റ്റലുകളും അവിടെയുള്ള 1.5 ലക്ഷത്തിലെ താമസക്കാരും പ്രതിസന്ധിയിലാണ്. പുറത്തുള്ള ഹോട്ടലുകളെ ആശ്രയിക്കാമെന്ന് വെച്ചാൽ പലതും പൂട്ടിക്കഴിഞ്ഞു. ലഭിക്കുന്ന ചെറിയ വരുമാനം ഉപയോഗിച്ച് ദിവസവും പുറത്തുനിന്ന് കഴിക്കുന്നതും പ്രായോഗികമല്ല. ഗ്യാസിന്റെ പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്ത പിന്നെ ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ 2 നേരത്തെ ഫുഡ് ഉണ്ടായിരുന്നുള്ളൂ. അതായത് ബ്രേക്ക്ഫാസ്റ്റും ഉണ്ടാവും, ഡിന്നറും ഉണ്ടാവും, ലഞ്ച് ഉണ്ടാവില്ല. കോളേജ് വിദ്യാർത്ഥികളും IT സ്ഥാപനങ്ങളിലെ ജീവനക്കാരുടെയും പ്രധാന ആശ്രയം ഹോസ്റ്റലുകളാണ്. അതടച്ചുപൂട്ടിയാൽ പലർക്കും വീടുകളിലേക്ക് മടങ്ങിപ്പോകേണ്ടി വരും. എന്നാൽ പരീക്ഷാക്കാലമായതിനാൽ അതിനും സാധ്യമല്ല. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞങ്ങൾക്ക് സിലിണ്ടർ ലഭിക്കാതിരുന്നപ്പോൾ ഞങ്ങളുടെ കയ്യിലുള്ളത് എന്താണോ ഉള്ളത് അത് വെച്ചിട്ട് ഞങ്ങളുടെ മെനു ഒക്കെ വെട്ടിച്ചുരുക്കി ഒരു ദിവസം ജീവൻ നിലനിർത്താൻ ആവശ്യമായ ഭക്ഷണം മാത്രം കൊടുത്തുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ സിറ്റുവേഷൻസിന് മുന്നോട്ടുണ്ട്. ഭക്ഷണ മെനു വെട്ടിച്ചുരുക്കിയും വിറകടുപ്പുകളും മണ്ണെണ്ണ സ്റ്റവ് ഉപയോഗിച്ചുമാണ് പ്രതിസന്ധി നിലവിൽ തരണം ചെയ്യുന്നത്. എന്നാൽ പലയിടങ്ങളിലും വിറക് ക്ഷാമവും വിലക്കൂടുതലും വെല്ലുവിളിയാകുന്നുണ്ട്. മാത്രമല്ല, ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്നയിടങ്ങളിൽ വിറകടുപ്പ് പ്രായോഗികമാകുന്നില്ലെന്നും നിരവധി പേർ പറയുന്നു. പ്രതിസന്ധി തരണം ചെയ്യാൻ എത്രയും പെട്ടെന്ന് ഇടപെടൽ വേണമെന്നാണ് ഹോസ്റ്റൽ ഓണേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെടുന്നത്. ആരും ആശങ്കപ്പെടേണ്ടെന്നും പട്ടിണിയാവില്ലെന്നുമാണ് കൊച്ചി കോർപ്പറേഷന്റെ വിശദീകരണം. 25-നും 30-നും ഇടയ്ക്ക് ഗ്യാസ് സിലിണ്ടറാണ് വേണ്ടിയിരുന്നത്. ഇപ്പോൾ ഏതാണ്ട് 4-5 കൂടിയൊക്കെ ബാലൻസ് ഉള്ളൂ. അപ്പോൾ റൈസ് മാത്രം, അരി മാത്രം ബോയിലറിൽ ഗ്യാസ് ഉപയോഗിച്ച് പാചകം ചെയ്യുന്നു. അതിനുശേഷമുള്ള കറികളും പായസം അടക്കമുള്ള മറ്റ് ക്രമീകരണങ്ങളെല്ലാം വിറകടുപ്പിലാണ് ചെയ്യുന്നത്. ഇന്നലെ വിറകടുപ്പിന്റെ പ്രവർത്തന നടപടികൾ ആരംഭിച്ചു. നിലവിലുള്ള പ്രതിസന്ധി പരിഹരിക്കാൻ ഇടപെടുന്നുണ്ടെന്നും CNG ഏതെങ്കിലും രീതിയിൽ ഉപയോഗപ്പെടുത്താൻ കഴിയുമോ എന്ന് ആലോചിക്കുന്നുണ്ടെന്നും കൊച്ചി മേയർ VK മിനിമോൾ പറഞ്ഞു. നമ്മൾ അദാനിയുമായി സംസാരിച്ചിട്ടുണ്ട്. അദാനിയുടെ കമ്പനി മാനേജറോട് ഇന്ന് ഉച്ചയ്ക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. CNG എങ്ങനെ അത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമെന്നതിനെ കുറിച്ചും ആലോചിക്കുന്നുണ്ട്. ഹോസ്റ്റലുകളെ മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നാണ് ഹോസ്റ്റൽ അസോസിയേഷൻ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം. പാചക കലവറകളിൽ പ്രതിസന്ധി പുകയുകയാണ്. ഹോസ്റ്റലുകളിൽ പലതിലും വിശപ്പിന്റെ വിളിയാണ്. പ്രതിസന്ധി പരിഹരിക്കാൻ എത്രയും പെട്ടെന്ന് ഇടപെടൽ നടത്തണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ഹരികൃഷ്ണനൊപ്പം സൂര്യശ്രീ, 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.